ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് തയ്യാറാക്കുന്നത് ഒരു മീൽസിൻ്റെ റെസിപ്പിയാണ്. ഇതിലേക്ക് ഞാൻ തേങ്ങ അരച്ച പരിപ്പ് കറിയും കൂന്തൽ വരട്ടിയാണ് തയ്യാറാക്കുന്നത്. അതിൻ്റെ കൂടെ അച്ചാറും പപ്പടവും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ടേക്ക് പോകാം. അങ്ങനെ നമുക്ക് നമ്മുടെ കൂന്തൽ ഫ്രൈ ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഞാനൊരു 1/2 കിലോ കൂന്തൽ എടുത്തിട്ടുണ്ട്. അതിന് ഒരു ഉള്ളി ചെറുതായി അരിഞ്ഞത്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ച് നമുക്ക് വേവിച്ചെടുക്കാം. നിങ്ങളുടെ എരിവിനനുസരിച്ച് മുളക് പൊടി നിങ്ങൾക്ക് കൂട്ടുകയോ കുറക്കുകയോ ചെയ്യാം. നമുക്ക് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം. നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. നിങ്ങൾ പ്രത്യേക കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ കൂന്തലില് വെള്ളം ഇറങ്ങും. അതുകൊണ്ട് 1/2 കപ്പിൽ കൂടുതലൊന്നും നിങ്ങൾ 1/4 കപ്പിൽ കൂടുതൽ നിങ്ങൾ വെള്ളം ഒഴിക്കാൻ പാടില്ല. അങ്ങനെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിനെ നമുക്ക് നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കുന്നത് ഒരു കൂന്തൽ ഫ്രൈ ആണിത്. അങ്ങനെ നമ്മുടെ കൂന്തൽ വരട്ടിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി തേങ്ങ അരച്ച പരിപ്പ് കറി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. നമുക്ക് മീൽസിന് വേണ്ടിയിട്ടുള്ള കറി തയ്യാറാക്കാം. അതിനു വേണ്ടി ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു 1/2 കപ്പ് കറിപ്പരിപ്പ് ഇട്ടിട്ടുണ്ട്, കഴുകി എടുത്തിട്ടുണ്ട്. നമുക്കൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/2 മുറി വലിയ ഉള്ളി, ഒരു മീഡിയം സൈസുള്ള തക്കാളി അരിഞ്ഞത്, ഒരു 3 പച്ചമുളക്. പരിപ്പ് വേവാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒരു വിസിൽ വരെ നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഒരു വിസിൽ മാത്രം ആക്കിയാൽ മതി. അപ്പം നമുക്ക് ഞാനൊരു വിസിൽ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. നമ്മുടെ പരിപ്പ് നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട്, അധികം അടിഞ്ഞു പോയിട്ടൊന്നുമില്ല. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് പരിപ്പ് കറിക്ക് വേണ്ടിയിട്ട് ഒരു തേങ്ങാക്കൂട്ടിൻ്റെ ഒരു അരപ്പ് തയ്യാറാക്കണം. അതിനു വേണ്ടി ഞാൻ 1/2 മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 3/4 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ചോറ്, ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് അരച്ചെടുക്കാം. അങ്ങനെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങ അരവും പരിപ്പും എങ്ങനെയാണ് സെറ്റ് ചെയ്തെടുക്കുന്നത് നോക്കാം. ഇനി വേവിച്ച പരിപ്പിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന നമ്മൾ തേങ്ങാക്കൂട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്കൊന്ന് മിക്സ് ചെയ്യാം. നമ്മൾ പരിപ്പ് വേവിക്കുന്ന സമയത്ത് തന്നെ ഉപ്പിട്ടിരുന്നു. ചെക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. പരിപ്പ് കറി തിളച്ച് വരുന്നുണ്ട്. ഗ്യാസ് ഓഫ് ചെയ്യാം. തേങ്ങ അരവ് ചേർത്തുകൊണ്ട് തന്നെ അധികം തിളപ്പിച്ചാൽ തേങ്ങ പിരിഞ്ഞു പോകും. ഇനി ഇതിലേക്ക് കടുക് പൊട്ടിച്ചൊഴിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അങ്ങനെ കറി തിളച്ചതിലേക്ക് ഞാൻ കടുകും വെളിച്ചെണ്ണ, കടുക്, വറ്റൽമുളക്, ഒരു 2 വെളുത്തുള്ളി, അതേപോലെ കറിവേപ്പില കാച്ചിയതാണ്. ഇത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം.
നന്നായിട്ട് മിക്സ് ചെയ്യാം. അങ്ങനെ നമ്മുടെ പരിപ്പ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ മീൽസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അടുത്ത പുതിയ റെസിപ്പിയുടെ വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.